ഹലോ ഗായ്സ്, അപ്പം ഇന്ന് അത്യാവശ്യം നേരം വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത്. ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഴ ആയ കാരണം തന്നെ എണീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര മഴയാണ് ഗായ്സ്. അങ്ങനെ അതാ ഉണ്ണികൾക്കുള്ള പാൽ ഞാൻ വേഗം അടപ്പത്താക്കിയിട്ടാണ്. ആമയ്ക്ക് 10 മണിയാകുമ്പോൾ നഴ്സറി പോകണം. അപ്പോൾ ആളെ വിളിച്ച ആൾ എണീക്കുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചത്. മോൾ അപ്പുറത്ത് എണീറ്റിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചിയാ സീഡ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് വെറുതെ കുടിക്കണതാണ്, തടി കുറയാനൊന്നുമല്ല. അങ്ങനെ അതവിടെ കുതിർത്തി വെച്ചിട്ട് ഞാൻ ഉണ്ണിയുടെ ഹോർലിക്സ് ഒന്ന് ചൂടാറ്റാൻ വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ആമിനെ വേഗം പോയി എടുത്ത് എണീപ്പിച്ചിട്ട് ആൾക്ക് ഉറക്കപ്പിച്ചിലിൽ എണീക്കാൻ മടിയായിട്ട് കിടക്കാനിട്ട് എനിക്കും സങ്കടം തോന്നി. പാവം ഈ സമയത്തൊക്കെ പുതച്ച് മുടി കിടക്കാൻ ആരായാലും ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഇനി ബ്രഷൊക്കെ എടുത്തു കൊടുത്ത് ഞാൻ വേഗം ആ മുടി അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് ആ മുടി ഒന്നരാടേ നനക്കാറുള്ളൂ, എന്നും തല നനക്കാറില്ല. അങ്ങനെ പിന്നെ അവൾ പല്ലേക്കാന്ന് വെച്ച് മേടിച്ചിട്ട് പിന്നെ കുറച്ച് ഞാൻ എൻ്റെ കയ്യിലെല്ലാം തന്നിട്ട് തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ വേഗം അവളുടെ പല്ല് അങ്ങോട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ആൾ തേച്ചാലും ഞാനൊന്നും കൂടെ ഒന്നും അങ്ങോട്ട് തേച്ച് കൊടുക്കും. അവിടെ നിന്ന് അങ്ങോട്ട് ആളെ വേഗം കുളിപ്പിച്ച് കയറ്റിയിട്ടാ. ആൾക്ക് തണുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. എന്നും ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കാറ്. എന്നാന്ന് വെച്ചാൽ നേരവും ഇല്ല. ഒന്നാമത്തെ നേരം വൈകിട്ടാണ് എണീറ്റത്. പിന്നെ 10 മണിയാകുമ്പോൾ നഴ്സറിയിൽ എത്തിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് 2 ഭാഗത്ത് കെട്ടണം. നഴ്സറിൽ ആരോ 2 ഭാഗത്ത് കെട്ടി വന്നത്ര. അപ്പം ഇന്ന് ആൾക്കും അങ്ങനെ കെട്ടണം. അങ്ങനെ 2 ഭാഗത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മുട്ട കൊടുക്കണം കേട്ടോ. ഇപ്പോൾ രാവിലത്തെ കടിയൊക്കെ തിന്നൽ ഭയങ്കര കുറവാണ്. കോഴിമുട്ടുണ്ടെങ്കിൽ 2 ഓരോന്ന് കഴിക്കും. അപ്പോൾ എനിക്കും ഒരു സമാധാനമാണ്. അപ്പോൾ അവിടെ എന്തോ അജിക്ക സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ മണപ്പിച്ച് നോക്കണത്. പിന്നെ ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ. മോളിത്തെ വീട്ടിലത്തെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അങ്ങനെ ആമിമോള് നഴ്സറിക്ക് പോയി കേട്ടോ. പിന്നെ ഇനി കുറേ ഡ്രസ്സുകൾ ഉണങ്ങാത്തുണ്ട് ഗൈസ്. ഈ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സുകൾ ഉണങ്ങാൻ ആകെപ്പാട്. വലിയൊരിത് എന്നാലും കുഴപ്പമില്ല, ചെറിയൊരിതൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മേശമ്മ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോള് എനിക്ക് അപ്പോൾ അവൾക്ക് ഹോർലിക്സും മുട്ടയും കൊടുക്കുക.